റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അധിക ജോലി ഭാരത്തിൽ BLOയുടെ പ്രതിഷേധം തുടരുന്നതിനിടെ ഒരു വിവാദ സർക്കുലറുമായി മലപ്പുറം ജില്ലാ കളക്ടർ. ഇതൊന്നും പോരെ, ഈ മാസം 20-നകം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. 23-നകം എന്യൂമറേഷൻ ഫോമുകളുടെ സ്വീകരണവും പൂർത്തിയാക്കണം. സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. എന്നാൽ BLAമാരുടെ സഹായത്തോടെ പ്രവൃത്തികൾ ലളിതമാക്കാൻ വേണ്ടി ഇറക്കിയ സർക്കുലറാണെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. അഷ്കരലി കരിമ്പയുണ്ട്. അഷ്കരലി കരിമ്പ, ഇപ്പോൾ പുറത്തിറങ്ങിയ സർക്കുലർ വീണ്ടും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ BLOമാരെ? അരുൺ, അത്തരമൊരു ആക്ഷേപമാണ് ഇപ്പോൾ BLOമാർ പങ്കുവെക്കുന്നത്. കാരണം ഡിസംബർ 4-ാം തീയതി വരെയായിരുന്നു ഈ SIR നടപടിക്രമങ്ങൾക്ക് വേണ്ടി BLOമാർക്ക് നൽകിയിരുന്ന സമയപരിധി. പക്ഷെ നിലവിൽ മലപ്പുറം ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് 18 മുതൽ 20 വരെ, അഥവാ അടുത്ത 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ ഫോമുകളുടെ വിതരണം എല്ലാം തന്നെ പൂർണ്ണമായും പൂർത്തിയാക്കണം. മാത്രമല്ല, പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ അത് 23-ാം തീയതിക്ക് മുമ്പായി തന്നെ എല്ലാതും തിരിച്ച് കളക്ട് ചെയ്യുകയും 26-ാം തീയതിക്കകം BLOമാരുടെ ആപ്പിലേക്ക് അത് ഡിജിറ്റലൈസ് ചെയ്യുകയും വേണമെന്നുള്ളതാണ്. അഥവാ അടുത്ത ഒരാഴ്ചക്കകം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മലപ്പുറം ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. അത്തരമൊരു സർക്കുലറാണ് മലപ്പുറം ജില്ലയിലുള്ള ഇലക്ടറൽ ഓഫീസർമാർക്കും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും കൈമാറിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ അധിക സമ്മർദ്ദമുണ്ട് എന്നുള്ള ആക്ഷേപം BLOമാർ വലിയ തോതിൽ ഉയർത്തുകയും അതിൽ പരാതി പറയും. ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലടക്കം വലിയ തോതിൽ ഈ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. 100 കണക്കിന് BLOമാരാണ് അതിൽ ഭാഗമാക്കുകയും ചെയ്ത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വിവാദ സർക്കുലർ കൂടി കളക്ടർ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത് തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല, ഇത് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനും അവരെ ലളിതവൽക്കരിക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു സർക്കുലർ നൽകിയതെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. താങ്ക് യു. അഷ്കരലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.